ഹലോ. കേരള പി സിയുടെ എല്ലാ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിലും ഒരു ഇമ്പോർട്ടൻറ്റ് ഘടകമാണ് കറണ്ട് അഫെയർ എന്ന് പറയുന്നത്. എല്ലാ ചോദ്യപേപ്പറിലും ഒരു 10 മുതൽ 20 ക്വസ്റ്റ്യൻസ് വരെ കറണ്ട് അഫെയറിൽ നിന്ന് ചോദിച്ചിരിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ 2024 പി എസ് സി എക്സാം എഴുതാൻ പോകുന്നൊരു കുട്ടി 2023 ജനുവരി മുതലുള്ള കറണ്ട് അഫെയർ നിർബന്ധമായിട്ട് അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. ഇന്നത്തെ വീഡിയോയിൽ 2023 ജനുവരിയിലെ കറണ്ട് അഫെയർ ആണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇനി വരുന്ന വീഡിയോകളിൽ തുടർച്ചയായിട്ട് കറണ്ട് അഫെയർസ് ഉൾപ്പെടുത്തുന്നതാണ്. ഓക്കെ, നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. 2023 74ാമത് റിപ്പബ്ലിക് ദിനാഘോഷവേളയിൽ മുഖ്യ അതിഥിയായി പങ്കെടുത്തത് അബ്ദുൾ ഫത്താഹ് അൽ സീസി ആണ്. അബ്ദുൾ ഫത്താഹ് അൽ സീസി 2023 എത്രാമത്തെയാണ്? 74ാമത് റിപ്പബ്ലിക് ദിനാഘോഷമാണ്. അബ്ദുൾ ഫത്താഹ് അൽ സീസി ആയിരുന്നു മുഖ്യ അതിഥി. ഇദ്ദേഹം ഈജിപ്ഷ്യൻ പ്രസിഡന്റാണ്. റിപ്പബ്ലിക് ദിനാഘോഷവേളയിൽ മുഖ്യ അതിഥിയായി പങ്കെടുക്കുന്ന ആദ്യ ഈജിപ്ഷ്യൻ പ്രസിഡന്റും അബ്ദുൾ ഫത്താഹ് അൽ സീസി ആണ്. അപ്പോൾ 2023 74ാമത് റിപ്പബ്ലിക് ദിനാഘോഷവേളയിൽ മുഖ്യ അതിഥിയായി പങ്കെടുത്തത് അബ്ദുൾ ഫത്താഹ് അൽ സീസി, ഈജിപ്ഷ്യൻ പ്രസിഡന്റ്. 2023 പത്മവിഭൂഷൺ പുരസ്കാരം നേടിയ മുൻ മുഖ്യമന്ത്രിമാർ ആരൊക്കെയാണ്? 2023 6 പേർക്കാണ് പത്മവിഭൂഷൺ പുരസ്കാരം ലഭിച്ചത്. ഇതിൽ 2 മുൻ മുഖ്യമന്ത്രിമാരുണ്ട്. SM കൃഷ്ണ, മുലായം സിംഗ് യാദവ്. SM കൃഷ്ണ കർണാടകക്കാരനാണ്. മുലായം സിംഗ് യാദവ് ഉത്തർപ്രദേശുകാരനാണ്. അപ്പോൾ ആരൊക്കെയാണ് 2 മുൻ മുഖ്യമന്ത്രിമാർ? SM കൃഷ്ണയും മുലായം സിംഗ് യാദവും. 2023 മരണാനന്തര പത്മവിഭൂഷൺ പുരസ്കാരം നേടിയ ORSന്റെ പിതാവെന്നറിയപ്പെടുന്ന ശാസ്ത്രജ്ഞനാണ് ഡോക്ടർ ദിലീപ് മെഹ്ലനോബിസ്. ഡോക്ടർ ദിലീപ് മെഹ്ലനോബിസ് പശ്ചിമ ബംഗാളുകാരനാണ്. ഡോക്ടർ ദിലീപ് മെഹ്ലനോബിസ് 2023 മരണാനന്തര പത്മവിഭൂഷൺ പുരസ്കാരം നേടിയ ORSന്റെ പിതാവെന്നറിയപ്പെടുന്ന ശാസ്ത്രജ്ഞനാണ് ഡോക്ടർ ദിലീപ് മെഹ്ലനോബിസ്. 2023 പത്മഭൂഷൺ പുരസ്കാരം നേടിയ വനിതകൾ ആകെ 9 പേർക്കാണ് 2023 പത്മഭൂഷൺ പുരസ്കാരം ലഭിച്ചത്. അതിൽ 3 പേർ വനിതകളാണ്. ശ്രീമതി സുധാമൂർത്തി, ശ്രീമതി വാണി ജയറാം, ശ്രീമതി സുമൻ കല്യാൺപൂർ. ഇതിൽ സുധാമൂർത്തി സാമൂഹ്യ സേവനമാണ്, വാണി ജയറാമും സുമൻ കല്യാൺപൂറും സംഗീതജ്ഞരാണ്. അപ്പോൾ 3 വനിതകൾക്കാണ് പത്മഭൂഷൺ പുരസ്കാരം ലഭിച്ചത്. 2023 എത്ര മലയാളികൾക്കാണ് പത്മശ്രീ പുരസ്കാരം ലഭിച്ചത്? 4 മലയാളികൾക്കാണ്. VP അപ്പുക്കുട്ട പൊതുവാൾ, ചെറുവയൽ രാമൻ, CI ഐസക്, SRD പ്രസാദ്. ഇതിൽ VP അപ്പുക്കുട്ട പൊതുവാൾ പ്രസിദ്ധനായ ഗാന്ധിയനായ ഒരു മലയാളിയാണ്. VP അപ്പുക്കുട്ട പൊതുവാൾ. ചെറുവയൽ രാമൻ പരമ്പരാഗത നെൽവിത്ത് സംരക്ഷകനാണ്. CI ഐസക് ചരിത്രകാരനാണ്, വിദ്യാഭ്യാസ വിദഗ്ധനാണ്. SRD പ്രസാദ് കളരിപ്പയറ്റ് ആചാര്യനാണ്. അപ്പോൾ 2023 എത്ര പേർക്ക്? 4 പേർക്ക് പത്മശ്രീ പുരസ്കാരം മലയാളികൾക്ക് ലഭിച്ചു. VP അപ്പുക്കുട്ട പൊതുവാൾ, ചെറുവയൽ രാമൻ, CI ഐസക്, SRD പ്രസാദ്. കേരളത്തിൽ ആദ്യമായി ആർത്തവ അവധി അനുവദിച്ച സർവകലാശാല ഏത്? കൊച്ചി ശാസ്ത്ര സാങ്കേതിക സർവകലാശാല, കുസാറ്റിലാണ് കേരളത്തിൽ ആദ്യമായി ആർത്തവ അവധി അനുവദിച്ച സർവകലാശാല. ഇന്ത്യയിൽ ഏറ്റവും അധികം ഭൗമസൂചിക പദവി നേടിയ സർക്കാർ സ്ഥാപനം കേരള കാർഷിക സർവകലാശാലയാണ്. ഏറ്റവും അധികം ഭൗമസൂചിക പദവി നേടിയ സർക്കാർ സ്ഥാപനം കേരള കാർഷിക സർവകലാശാലയാണ്. കേരളത്തിൽ ആദ്യമായിട്ട് ഭൗമസൂചിക പദവി നേടിയ ഉൽപ്പന്നം ആറന്മുള കണ്ണാടിയാണ്. കേരളത്തിൽ ആദ്യമായിട്ട് ഭൗമസൂചിക പദവി നേടിയ ഉൽപ്പന്നമാണ് ആറന്മുള കണ്ണാടി. ഇന്ത്യയിൽ ഏറ്റവും അധികം ഭൗമസൂചിക പദവി നേടിയ സർക്കാർ സ്ഥാപനമാണ് കേരള കാർഷിക സർവകലാശാല. എന്താണ് ഈ ഭൗമസൂചിക പദവി? ഒരു പ്രത്യേക ഉൽപ്പന്നത്തിന്റെ ഗുണമേന്മ അത് ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന സ്ഥലത്തിന്റെ ഭൂമിശാസ്ത്രപരമായ പ്രത്യേകതകളോട് ബന്ധപ്പെട്ടിരിക്കുന്നതിനാൽ അവയെ തിരിച്ചറിയാൻ വേണ്ടിയാണ് ഈ ഭൗമസൂചിക പദവി നൽകുന്നത്. ഉന്നത വിദ്യാഭ്യാസ രംഗത്തെ പാഠ്യപദ്ധതി പരിഷ്കരണത്തിനായി കേരള സർക്കാർ നിയമിച്ച കമ്മിറ്റിയുടെ അധ്യക്ഷനാണ് പ്രൊഫസർ സ്വാർത്ഥ് ദാസ്. ആരാണ്? പ്രൊഫസർ സ്വാർത്ഥ് ദാസ്. ഉന്നത വിദ്യാഭ്യാസ രംഗത്തെ പാഠ്യപദ്ധതി പരിഷ്കരണം കേരള സർക്കാർ നിയമിച്ച കമ്മിറ്റിയുടെ അധ്യക്ഷനാണ് പ്രൊഫസർ സ്വാർത്ഥ് ദാസ്. വിദൂരവും ദുർഘടവുമായ സ്ഥലങ്ങളിലുള്ള പട്ടികവർഗ വിദ്യാർത്ഥികളെ സ്കൂളിൽ എത്തിക്കുന്നതിനായി സംസ്ഥാന പട്ടികജാതി വകുപ്പും തദ്ദേശ സ്വയംഭരണ വകുപ്പും ചേർന്ന് നടപ്പിലാക്കി വരുന്ന ഗോത്രസാരഥി പദ്ധതിയുടെ പുതിയ പേരാണ് വിദ്യാവാഹിനി. ആരൊക്കെ ചേർന്നാണ്? സംസ്ഥാന പട്ടികജാതി വകുപ്പും തദ്ദേശ സ്വയംഭരണ വകുപ്പും. കേരള സംസ്ഥാന പട്ടികജാതി പട്ടികവർഗ വകുപ്പ് മന്ത്രി ആരാണ്? K രാധാകൃഷ്ണനാണ്. തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി ആരാണ്? MB രാജേഷാണ്. അപ്പോൾ ഗോത്രസാരഥി പദ്ധതിയുടെ പുതിയ പേരാണ് വിദ്യാവാഹിനി.
2023 ജനുവരിയിൽ കേന്ദ്ര പരിസ്ഥിതി മന്ത്രാലയം 1972 വന്യജീവി സംരക്ഷണ നിയമത്തിലെ ഷെഡ്യൂൾ 3 പ്രകാരം സംരക്ഷിത സസ്യമായി പ്രഖ്യാപിച്ചത് നീലക്കുറിഞ്ഞിയാണ്. 1972 വന്യജീവി സംരക്ഷണ നിയമത്തിലെ ഷെഡ്യൂൾ 3 പ്രകാരം സംരക്ഷിത സസ്യമായി പ്രഖ്യാപിച്ചത് നീലക്കുറിഞ്ഞിയാണ്. 2023 ജനുവരിയിലാണ്. നീലക്കുറിഞ്ഞി എന്താണ്? 12 വർഷത്തിൽ ഒരിക്കൽ പോകുന്ന പൂവാണ്. ഒരു സസ്യത്തിന്റെ സംരക്ഷണത്തിനായി ഇന്ത്യയിൽ ആദ്യമായി രൂപീകരിക്കപ്പെട്ട വന്യജീവി സങ്കേതമാണ് കുറിഞ്ഞിമല വന്യജീവി സങ്കേതം. അപ്പോൾ ഒരു സസ്യത്തിന്റെ പേരിൽ ആദ്യമായി രൂപീകരിക്കപ്പെട്ട വന്യജീവി സങ്കേതം കുറിഞ്ഞിമല വന്യജീവി സങ്കേതമാണ്. ഒരു സസ്യത്തിന്റെ പേരിൽ അറിയപ്പെടുന്ന കേരളത്തിലെ വന്യജീവി സങ്കേതം ഏതാണ്? ചെന്തുരുണി വന്യജീവി സങ്കേതമാണ്. ഓക്കെ, അപ്പോൾ നീലക്കുറിഞ്ഞി 2023 ജനുവരിയിൽ കേന്ദ്ര പരിസ്ഥിതി മന്ത്രാലയം സംരക്ഷിത സസ്യമായി പ്രഖ്യാപിച്ചതാണ് നീലക്കുറിഞ്ഞി. ഡിജിറ്റൽ ബാങ്കിംഗ് നടപ്പിലാക്കിയ ആദ്യ സംസ്ഥാനം കേരളമാണ്. ഡിജിറ്റൽ ബാങ്കിംഗ് ആദ്യ സംസ്ഥാനം കേരളമാണ്. ലോകത്തിലെ ഏറ്റവും വലിയ താളിയോല രേഖാ മ്യൂസിയം ഉദ്ഘാടനം ചെയ്യപ്പെട്ടത് എവിടെയാണ്? തിരുവനന്തപുരത്താണ്. അപ്പോൾ ഡിജിറ്റൽ ബാങ്കിംഗ് ആദ്യ സംസ്ഥാനം കേരളമാണ്. ലോകത്തിലെ ഏറ്റവും വലിയ താളിയോല രേഖാ മ്യൂസിയം എവിടെയാണ്? തിരുവനന്തപുരത്താണ് ഉദ്ഘാടനം ചെയ്യപ്പെട്ടത്. താളിയോല രേഖാ മ്യൂസിയം തിരുവനന്തപുരം ഏറ്റവും വലുതാണ്. ഇന്ത്യയിലെ ആദ്യ ഭരണഘടനാ സാക്ഷരതാ ജില്ലയായി പ്രഖ്യാപിക്കപ്പെട്ടത് കൊല്ലമാണ്. അപ്പോൾ കേരളത്തിൽ കൊല്ലം ജില്ലയാണ് ഇന്ത്യയിൽ ആദ്യ ഭരണഘടനാ സാക്ഷരതാ ജില്ലയായി പ്രഖ്യാപിക്കപ്പെട്ടത്. കേരള ടൂറിസം വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ കേരളത്തിലെ ആദ്യ വാട്ടർ സ്ട്രീറ്റ് പദ്ധതി എവിടെയാണ്? മറവൻതുരുത്താണ്. കോട്ടയം മറവൻതുരുത്തിലാണ് ആദ്യ വാട്ടർ സ്ട്രീറ്റ് പദ്ധതി. കേരള ടൂറിസം വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ ആദ്യ വാട്ടർ സ്ട്രീറ്റ് പദ്ധതി മറവൻതുരുത്ത്, കോട്ടയം. ലോക വിനോദസഞ്ചാര പട്ടികയിൽ ഇടം നേടിയ പ്രദേശമാണ് കോട്ടയം ജില്ലയിലെ മറവൻതുരുത്ത്. കേരളത്തിലെ നിലവിലെ ടൂറിസം വകുപ്പ് മന്ത്രി ആരാണ്? PA മുഹമ്മദ് റിയാസ് ആണ്. ഇദ്ദേഹം തന്നെയാണ് പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയും. കേരളത്തിലെ ആദ്യത്തെ സുസ്ഥിര നാട്ടുചന്ത മറവൻതുരുത്താണ്. എന്താണ് സുസ്ഥിര നാട്ടുചന്ത? മറവൻതുരുത്ത്. ഇന്ത്യയിലെ ആദ്യ സമ്പൂർണ്ണ ലൈബ്രറി നിയോജക മണ്ഡലമായി പ്രഖ്യാപിക്കപ്പെട്ടത് ധർമ്മടമാണ്. കണ്ണൂർ ജില്ലയിലെ ധർമ്മടം. ഈ ധർമ്മടത്തിന് എന്താണ് പ്രത്യേകത? പിണറായി വിജയൻ പ്രതിദാനം ചെയ്യുന്ന ധർമ്മടം നിയോജക മണ്ഡലമാണ്. ഓക്കെ, അപ്പോൾ ആദ്യ സമ്പൂർണ്ണ ലൈബ്രറി നിയോജക മണ്ഡലം ധർമ്മടമാണ്. അപ്പോൾ കേരളത്തിലെ ആദ്യ സുസ്ഥിര നാട്ടുചന്ത മറവൻതുരുത്താണ്. ടൂറിസം വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ ആദ്യ വാട്ടർ സ്ട്രീറ്റ് പദ്ധതി മറവൻതുരുത്താണ്. കേരള സർക്കാർ ചെറുധാന്യ ഗ്രാമ പദ്ധതി നടപ്പിലാക്കി വരുന്നത് എവിടെയാണ്? ചെറുധാന്യ ഗ്രാമം അട്ടപ്പാടി, പാലക്കാട് ജില്ലയിലെ അട്ടപ്പാടിയിലാണ് ചെറുധാന്യ ഗ്രാമം പദ്ധതി നടപ്പിലാക്കി വരുന്നത്. എന്താണ് അട്ടപ്പാടി ബ്ലാക്ക്? അതൊരിനം ആടാണ്. ഓക്കെ, അപ്പോൾ അട്ടപ്പാടി ബ്ലാക്ക് എന്താണ്? ഒരിനം ആടാണ്. സംസ്ഥാന സർക്കാർ കുടുംബശ്രീ ദിനമായി ആചരിക്കുന്നതിനായി പ്രഖ്യാപിച്ച ദിനമാണ് മെയ് 17. എന്താണ് ഈ മെയ് 17ന്റെ പ്രത്യേകത? 1998 മെയ് 17 മലപ്പുറത്ത് വെച്ച് കുടുംബശ്രീ പദ്ധതി ഉദ്ഘാടനം ചെയ്യപ്പെട്ടത്. ആരാണ് ഉദ്ഘാടനം ചെയ്തത്? AB വാജ്പേയി. അപ്പോൾ 1998 മെയ് 17 കുടുംബശ്രീ ഉദ്ഘാടനം ചെയ്തത്. അതിൻ്റെ ഓർമ്മയ്ക്ക് ആണ് സംസ്ഥാന സർക്കാർ കുടുംബശ്രീ ദിനമായിട്ട് മെയ് 17 ആചരിക്കണമെന്ന് പ്രഖ്യാപിച്ചത്. ഓക്കെ, അപ്പോൾ ഇത് ഉദ്ഘാടനം ചെയ്തത് ആരാണ്? AB വാജ്പേയി ആണ്, അന്നത്തെ പ്രധാനമന്ത്രി. ഈയിടെ കേന്ദ്ര സാഹിത്യ അക്കാദമി വിശിഷ്ടാംഗത്വം ലഭിച്ച മലയാളി സാഹിത്യകാരൻ C രാധാകൃഷ്ണൻ. കേന്ദ്ര സാഹിത്യ അക്കാദമി വിശിഷ്ടാംഗത്വം ലഭിച്ച മലയാളി സാഹിത്യകാരൻ C രാധാകൃഷ്ണനാണ്. രാജ്യത്തെ മുതിർന്ന സാഹിത്യകാരന്മാർക്ക് നൽകുന്ന അംഗീകാരമാണ് ഇത്. ഈ അംഗീകാരം മുൻപ് MT വാസുദേവൻ നായർക്ക് ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ കേന്ദ്ര സാഹിത്യ അക്കാദമി വിശിഷ്ടാംഗത്വം ലഭിച്ച മലയാളി സാഹിത്യകാരൻ ആരാണ്? C രാധാകൃഷ്ണനാണ്. കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരത്തിന് അർഹമായ ആശാന്റെ സീതായനം എന്ന പഠന ഗ്രന്ഥം രചിച്ചത് M തോമസ് മാത്യു ആണ്. ആശാന്റെ സീതായനം M തോമസ് മാത്യു. ഒരു അന്വേഷണത്തിന്റെ കഥ എന്ന ആത്മകഥ ആരുടേതാണ്? K വേണു. ഫെഡറൽ ബാങ്ക് ഏർപ്പെടുത്തിയ പ്രഥമ സാഹിത്യ പുരസ്കാരം ലഭിച്ചത് K വേണുവിന്റെ ഒരു അന്വേഷണത്തിന്റെ കഥ എന്ന ആത്മകഥയ്ക്കാണ്. അപ്പോൾ ഒരു അന്വേഷണത്തിന്റെ കഥ K വേണു ആത്മകഥയാണ്. 2022 ഓടക്കുഴൽ പുരസ്കാരത്തിന് അർഹനായത് അംബികാസുധൻ മാങ്ങാടാണ്. അംബികാസുധൻ മാങ്ങാടിന്റെ പ്രാണവായു എന്ന കഥാസമാഹാരത്തിനാണ് ഈ പുരസ്കാരം ലഭിച്ചത്. അംബികാസുധൻ മാങ്ങാട്, പ്രാണവായു. 2022 ഓടക്കുഴൽ പുരസ്കാരം. ഓടക്കുഴൽ പുരസ്കാരം നൽകുന്നത് ഗുരുവായൂരപ്പൻ ട്രസ്റ്റാണ്. ഓക്കെ, അപ്പോൾ ഈ എൻ മകജെ, 2 മത്സ്യങ്ങൾ, 2 മുദ്ര, ജീവിതത്തിൻ്റെ മുദ്ര, വാലില്ലാത്ത കിണ്ടി, ഒതേനൻ്റെ വാൾ, മരക്കാപ്പിലെ തെയ്യങ്ങൾ, കുന്നുകൾ പുഴകൾ, ഇതൊക്കെ രചിച്ചത് അംബികാസുധൻ മാങ്ങാടാണ്. ചിലപ്പോൾ ഇതൊക്കെ ചോദിക്കാം. അപ്പോൾ അംബികാസുധൻ മാങ്ങാടിൻ്റെ
പ്രാണവായുവിനാണ് എന്ത് കിട്ടിയത്? ഓടക്കുഴൽ പുരസ്കാരം കിട്ടിയത് 2022. 1969 ഏർപ്പെടുത്തിയ ഓടക്കുഴൽ പുരസ്കാരം ആദ്യമായിട്ട് ലഭിച്ചത് ആർക്കാണ്? വെണ്ണിക്കുളം ഗോപാലക്കുറുപ്പിനാണ്. അപ്പോൾ വെണ്ണിക്കുളം ഗോപാലക്കുറുപ്പിനാണ് ആദ്യ ഓടക്കുഴൽ പുരസ്കാരം ലഭിച്ചത്. ഓടക്കുഴൽ പുരസ്കാരം നൽകുന്നത് ഗുരുവായൂരപ്പൻ ട്രസ്റ്റ് ആണ്. ഹരിവരാസന പുരസ്കാരം നേടിയ ചലച്ചിത്ര പിന്നണി ഗായിക ആരാണ്? KS ചിത്രയാണ്. 2023 ജനുവരിയിൽ പ്രസിദ്ധീകരിക്കപ്പെട്ട അംബേദ്കർ എ ലൈഫ് എന്ന ജീവചരിത്ര ഗ്രന്ഥം രചിച്ചത് ശശി തരൂരാണ്. ശശി തരൂർ. അംബേദ്കർ എ ലൈഫ് എന്ന ജീവചരിത്ര ഗ്രന്ഥം 2023 ജനുവരിയിലാണ് പ്രസിദ്ധീകരിച്ചത്. ദ പാരഡോക്സിയൽ പ്രൈം മിനിസ്റ്റർ, വൈ ഐ ആം എ ഹിന്ദു, ഇന്ത്യ ഫ്രം മിഡ്നൈറ്റ് ടു മിലേനിയം എന്നീ കൃതികൾ രചിച്ചതും ശശി തരൂരാണ്. മാജിക്കൽ മിസ്റ്റ് ഓഫ് മെമ്മറീസ് എന്ന പുസ്തകം രചിച്ചത് ഗോപിനാഥ് മുതുകാടാണ്. മാജിക്കൽ മിസ്റ്റ് ഓഫ് മെമ്മറീസ്, ഗോപിനാഥ് മുതുകാട്. 2023 പന്തളം കേരളവർമ്മ കവിതാ പുരസ്കാരം ലഭിച്ചത് K ജയകുമാറിനാണ്. ജയകുമാറിന്റെ പിങ്കളകേശിനി എന്ന കവിതാ സമാഹാരത്തിനാണ് ഇത് ലഭിച്ചത്. 2023 പന്തളം കേരളവർമ്മ കവിതാ പുരസ്കാരം K ജയകുമാർ, പിങ്കളകേശിനി. വൈക്കം മുഹമ്മദ് ബഷീർ സ്മാരക ട്രസ്റ്റിന്റെ 15ാമത് ബഷീർ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? M മുകുന്ദനാണ്. നൃത്തം ചെയ്യുന്ന കുടകൾ എന്ന നോവലിനാണ് ഈ പുരസ്കാരം ലഭിച്ചത്. M മുകുന്ദൻ, നൃത്തം ചെയ്യുന്ന കുടകൾ. വൈക്കം മുഹമ്മദ് ബഷീർ സ്മാരക ട്രസ്റ്റിന്റെ 15ാമത് ബഷീർ പുരസ്കാരമാണ്. 2022 ഇത് ലഭിച്ചത്. അപ്പോൾ M മുകുന്ദൻ 15ാമത് ബഷീർ പുരസ്കാരം 2022. M മുകുന്ദൻ, നൃത്തം ചെയ്യുന്ന കുടകൾ. കേരളത്തിൽ ആദ്യമായി 5G ടെലികോം സേവനം ആരംഭിച്ച ടെലികോം കമ്പനി റിലയൻസ് ജിയോ ആണ്. കേരളത്തിൽ ആദ്യമായിട്ട് റിലയൻസ് ജിയോ, ഇന്ത്യയിൽ ആദ്യമായിട്ട് ഭാരതി എയർടെൽ ആണ്. കേരളത്തിൽ ആദ്യമായി 5G ടെലികോം സേവനം ആരംഭിച്ചത് എവിടെയാണ്? കൊച്ചിയിലും ഗുരുവായൂർ ക്ഷേത്ര പരിസരത്തുമാണ്. അപ്പോൾ കേരളത്തിൽ ആദ്യമായി 5G ടെലികോം സേവനം റിലയൻസ് ജിയോ ആണ്, കൊച്ചിയിലും ഗുരുവായൂർ ക്ഷേത്ര പരിസരത്തും. ഇന്ത്യയിൽ ആദ്യമായി 5G ടെലികോം സേവനം ആരംഭിച്ച ടെലികോം കമ്പനി ഭാരതി എയർടെൽ ആണ്. മൊബൈൽ ഇന്റർനെറ്റ് വേഗതയിൽ ആഗോളതലത്തിൽ 1ാം സ്ഥാനത്ത് ഖത്തറാണുള്ളത്. അപ്പോൾ മൊബൈൽ ഇന്റർനെറ്റ് വേഗതയിൽ ആഗോളതലത്തിൽ ഖത്തറാണ് 1ാം സ്ഥാനത്തുള്ള രാജ്യം. ദേശീയ സൈബർ സെക്യൂരിറ്റി ദിനമായിട്ട് ആചരിക്കുന്ന നവംബർ 30 അതുപോലെ ലോക സൈബർ സെക്യൂരിറ്റി ദിനമായി ആചരിക്കുന്നത് ഡിസംബർ 12 ഇത് 2 ഡേറ്റും ഓർമ്മിച്ച് വയ്ക്കുക. അപ്പോൾ നവംബർ 30 ദേശീയ സൈബർ സെക്യൂരിറ്റി ദിനം, ഡിസംബർ 12 ലോക സൈബർ സെക്യൂരിറ്റി ദിനം. ഓക്കെ. ഇന്ത്യയിലെ ഏറ്റവും വലിയ ചുമർ ചിത്രമായി പ്രഖ്യാപിക്കപ്പെട്ട ഫ്രീഡം വാൾ മ്യൂറൽ ആർട്ട് എവിടെയാണ്? ഗവൺമെന്റ് സംസ്കൃത കോളേജ്, തിരുവനന്തപുരത്താണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ ചുമർ ചിത്രം ഏതാണ്? ഫ്രീഡം വാൾ മ്യൂറൽ ആർട്ട് ആണ്. ഫ്രീഡം വാൾ മ്യൂറൽ ആർട്ട് ഗവൺമെന്റ് സംസ്കൃത കോളേജിലാണ് ഉള്ളത്. ഇന്ത്യൻ സ്വാതന്ത്ര്യത്തിന്റെ 75ാം വാർഷികത്തോടനുബന്ധിച്ച് ആസാദി കാ അമൃത് മഹോത്സവത്തിന്റെ ഭാഗമായിട്ട് ഉന്നത വിദ്യാഭ്യാസ വകുപ്പാണ് 20,000 ചതുരശ്ര അടിയുള്ള ഈ ചിത്രം വരച്ചത്. അപ്പോൾ ഏതാണ്? ഫ്രീഡം വാൾ മ്യൂറൽ ആർട്ട്, ഗവൺമെന്റ് സംസ്കൃത കോളേജ്, തിരുവനന്തപുരം. രാജ്യസഭയുടെ ഉപാധ്യക്ഷ പാനലിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യ നോമിനേറ്റഡ് അംഗം PT ഉഷയാണ്. അപ്പോൾ ആദ്യ നോമിനേറ്റഡ് അംഗം ആരാണ്? PT ഉഷയാണ് ഉപാധ്യക്ഷ പാനലിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടത്. ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷന്റെ നിലവിലെ അധ്യക്ഷയാണ് PT ഉഷ. ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷന്റെ അധ്യക്ഷയാകുന്ന ആദ്യ വനിതയും PT ഉഷയാണ്. നിലവിലെ കേരള ഒളിമ്പിക് അസോസിയേഷൻ പ്രസിഡന്റ് ആരാണ്? V സുനിൽ കുമാറാണ്. V സുനിൽ കുമാർ. ഐക്യരാഷ്ട്ര സംഘടന ലോക ചെറുധാന്യ വർഷമായി പ്രഖ്യാപിച്ചത് 2023 ലോക ചെറുധാന്യ വർഷം 2023. ചെറുധാന്യങ്ങളുടെ പ്രാധാന്യം പ്രചരിപ്പിക്കുന്നതിനായിട്ട് തെലങ്കാനയിൽ ഡെക്കാൻ ഡെവലപ്മെന്റ് സൊസൈറ്റി സ്ഥാപിച്ചത് PV സതീഷാണ്. എവിടെയാണ്? തെലങ്കാനയിലാണ് ഡെക്കാൻ ഡെവലപ്മെന്റ് സൊസൈറ്റി. PV സതീഷ് എന്തിനു വേണ്ടിയിട്ട്? ചെറുധാന്യങ്ങളുടെ പ്രാധാന്യം പ്രചരിപ്പിക്കുന്നതിനായിട്ട്. PV സതീഷിനെയും ഡോക്ടർ ഖാദർ വാലിയെയും ഇന്ത്യയുടെ മില്ലറ്റ് മനുഷ്യനെന്ന് വിശേഷിപ്പിക്കാറുണ്ട്. ഈ ഖാദർ വാലി ആരാണ്? ചെറുധാന്യങ്ങളുടെ പ്രചാരത്തിനും കൃഷിക്കും അവബോധത്തിനും വേണ്ടിയുള്ള പ്രവർത്തനങ്ങളെ മാനിച്ച് രാഷ്ട്രം 2023 പത്മശ്രീ ബഹുമതി നൽകി ആദരിച്ച ശാസ്ത്രജ്ഞനാണ് ഡോക്ടർ ഖാദർ വാലി. ആരാണ്? ഡോക്ടർ ഖാദർ വാലി. ഖാദർ വാലിയെയും PV സതീഷിനെയും ആണ് ഇന്ത്യയുടെ മില്ലറ്റ് മനുഷ്യനെന്ന് വിശേഷിപ്പിക്കുന്നത്. 2023 പത്മശ്രീ ബഹുമതി നൽകി ആദരിച്ച ശാസ്ത്രജ്ഞനാണ് ഡോക്ടർ ഖാദർ വാലി. ജനുവരി 9 പ്രവാസി ഭാരതീയ ദിവസമായിട്ട് ആചരിക്കുന്നത്. ദക്ഷിണാഫ്രിക്കയിൽ നിന്ന് മഹാത്മാഗാന്ധി 1915 ജനുവരി 9 ഇന്ത്യയിലേക്ക് തിരിച്ചു വന്നതിൻ്റെ സ്മരണാർത്ഥമാണ് ജനുവരി 9 ഭാരതീയ പ്രവാസി ദിവസമായിട്ട് ആചരിക്കുന്നത്. ഓക്കെ.
ദാരിദ്ര്യ നിർമ്മാർജ്ജനം, ചേരി നിർമ്മാർജ്ജനം എന്നീ പ്രവർത്തനങ്ങളെ മുൻനിർത്തി UN വേൾഡ് ഹാബിറ്റാറ്റ് അവാർഡ് നേടിയ ഇന്ത്യൻ സംസ്ഥാനമേത്? ഒഡീഷയാണ്. ഏതാണ്? ഒഡീഷയാണ് UN വേൾഡ് ഹാബിറ്റാറ്റ് അവാർഡ് നേടിയത്. എന്തിനെയൊക്കെ മുൻനിർത്തിയാണ്? ദാരിദ്ര്യ നിർമ്മാർജ്ജനം, ചേരി നിർമ്മാർജ്ജനം എന്നീ പ്രവർത്തനങ്ങളെ മുൻനിർത്തി. അതുപോലെ മുഖ്യമന്ത്രി നവീൻ പട്നായിക്കിൻ്റെ നേതൃത്വത്തിൽ നടന്നു വരുന്ന ജാഗ മിഷൻ പദ്ധതിക്കാണ് UN വേൾഡ് ഹാബിറ്റാറ്റ് പുരസ്കാരം ലഭിച്ചത്. 2023 ഹോക്കി ലോകകപ്പിന് വേദിയായ ഇന്ത്യൻ സംസ്ഥാനമേത്? ഒഡീഷ. 2023 ഹോക്കി ലോകകപ്പ് ഒഡീഷയാണ്. 2023 ലോകകപ്പ് ഹോക്കി ജേതാക്കളായത് ജർമ്മനിയാണ്. 2023 ലോകകപ്പ് ഹോക്കി ജേതാക്കൾ ജർമ്മനിയാണ്. ഫൈനലിൽ ബെൽജിയത്തെ തോൽപ്പിച്ചാണ് ജർമ്മനി കിരീടം നേടിയത്. 2023 ഹോക്കി ലോകകപ്പിൻ്റെ ഭാഗ്യചിഹ്നം ഒലി എന്ന ആമയാണ്. ഒലി ആമയാണ് ഭാഗ്യചിഹ്നം. ലോകത്തിലെ ഏറ്റവും വലിയ ഹോക്കി സ്റ്റേഡിയം എവിടെയാണ്? റൂർക്കേലയാണ്. ഒഡീഷയിലെ റൂർക്കേലയാണ് ലോകത്തിലെ ഏറ്റവും വലിയ ഹോക്കി സ്റ്റേഡിയം. റൂർക്കേലയിലുള്ള ലോകത്തിലെ ഏറ്റവും വലിയ ഹോക്കി സ്റ്റേഡിയത്തിന് ആദിവാസി നേതാവ് ബിർസ മുണ്ടയുടെ പേരാണ് നൽകിയിരിക്കുന്നത്. ലോകത്തിലെ ഏറ്റവും വലിയ ഫുട്ബോൾ സ്റ്റേഡിയം ഉത്തര കൊറിയയിലുള്ള ഫസ്റ്റ് ഓഫ് മെയ് സ്റ്റേഡിയമാണ്. ഫസ്റ്റ് ഓഫ് മെയ് സ്റ്റേഡിയമാണ് ലോകത്തിലെ ഏറ്റവും വലിയ ഫുട്ബോൾ സ്റ്റേഡിയം. ഉത്തര കൊറിയയിലാണ്. ഗുജറാത്തിലെ അഹമ്മദാബാദിലുള്ള നരേന്ദ്രമോദി സ്റ്റേഡിയമാണ് ലോകത്തിലെ ഏറ്റവും വലിയ ക്രിക്കറ്റ് സ്റ്റേഡിയം. അപ്പോൾ ഹോക്കി സ്റ്റേഡിയം ഏതാണ്? റൂർക്കേല. അതുപോലെ ഫുട്ബോൾ സ്റ്റേഡിയം ഏതാണ്? ഫസ്റ്റ് ഓഫ് മെയ് സ്റ്റേഡിയം. അതുപോലെ ക്രിക്കറ്റ് സ്റ്റേഡിയം ഏതാണ്? നരേന്ദ്രമോദി സ്റ്റേഡിയമാണ് അഹമ്മദാബാദിലുള്ള. ഇന്ത്യയിലെ ആദ്യ സോളാർ ഗ്രാമം മൊധേരയാണ്. ഗുജറാത്തിലെ മൊധേരയാണ് ആദ്യ സോളാർ ഗ്രാമം ഇന്ത്യയിലെ. ഇന്ത്യൻ ലാപ്രോസ്കോപ്പിക് സർജറിയുടെ പിതാവ് അല്ലെങ്കിൽ ഇന്ത്യൻ താക്കോൽ ദ്വാര സർജറിയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ഡോക്ടർ ടെംഹൻ ഉദ്വാഡിയാണ്. ടെംഹൻ ഉദ്വാഡിയാണ് എന്ത്? ലാപ്രോസ്കോപ്പിക് സർജറിയുടെ പിതാവ്. ഇന്ത്യൻ ലാപ്രോസ്കോപ്പിക് സർജറിയുടെ പിതാവ് ആരാണ്? ഡോക്ടർ ടെംഹൻ ഉദ്വാഡിയ. മുൻ പത്മശ്രീ ജേതാവ് കൂടിയാണ് ഈ ഉദ്വാഡിയ. 2023 ജനുവരിയിലാണ് ഇദ്ദേഹം മരിക്കുന്നത്. ഇന്ത്യയിലെ ആദ്യ ഇൻഫൻട്രി മ്യൂസിയം നിലവിൽ വരുന്നത് എവിടെയാണ്? ഇൻഡോറിലാണ്. മധ്യപ്രദേശിലെ ഇൻഡോറിലാണ് ആദ്യ ഇൻഫൻട്രി മ്യൂസിയം നിലവിൽ വരുന്നത്. 2023 ജനുവരിയിൽ പ്രവാസി ഭാരതീയ ദിവസ സമ്മേളനം പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്തത് മധ്യപ്രദേശിലെ ഇൻഡോറിൽ വെച്ചിട്ടാണ്. അപ്പോൾ ആദ്യ ഇൻഫൻട്രി മ്യൂസിയം ഇൻഡോർ. വിദ്യാഭ്യാസത്തിനായിട്ട് സഹർഷ് എന്ന പ്രത്യേക പദ്ധതി ആവിഷ്കരിച്ച ഇന്ത്യൻ സംസ്ഥാനം ത്രിപുരയാണ്. ത്രിപുരയിലെ നിലവിലെ മുഖ്യമന്ത്രി ഡോക്ടർ മാണിക് സാഹയാണ് ത്രിപുരയിലെ നിലവിലെ മുഖ്യമന്ത്രി. അപ്പോൾ സഹർഷ് എന്ന് പറയുന്നത് എന്താണ്? വിദ്യാഭ്യാസത്തിനായിട്ടുള്ളൊരു പ്രത്യേക പദ്ധതിയാണ്. ത്രിപുരയിലാണ് ആവിഷ്കരിച്ചത്. ഇന്ത്യയിലെ ഏറ്റവും മികച്ച പോലീസ് സ്റ്റേഷനുള്ള ബഹുമതി നേടിയ അസ്ക പോലീസ് സ്റ്റേഷൻ ഏത് സംസ്ഥാനത്താണ്? ഒഡീഷയിലാണ്. ഇന്ത്യയിലെ ഏറ്റവും മികച്ച പോലീസ് സ്റ്റേഷൻ അസ്ക പോലീസ് സ്റ്റേഷൻ ഒഡീഷയാണ്. നിലവിൽ ഒഡീഷ മുഖ്യമന്ത്രി നവീൻ പട്നായിക്കാണ്. 2023 ജനുവരിയിൽ ടൈറ്റനോസോറിഡ് വിഭാഗത്തിൽപ്പെട്ട ദിനോസറുകളുടെ മുട്ടകളും ഫോസിലുകളും കണ്ടെത്തിയത് ഏത് സംസ്ഥാനത്താണ്? മധ്യപ്രദേശിലാണ്. അപ്പോൾ ഏത് വിഭാഗത്തിൽപ്പെട്ടതാണ്? ടൈറ്റനോസോറിഡ്. 2023 ജനുവരിയിലാണ് ടൈറ്റനോസോറിഡ് വിഭാഗത്തിൽപ്പെട്ട ദിനോസറുകളുടെ മുട്ടകളും ഫോസിലുകളും കണ്ടെത്തിയത് മധ്യപ്രദേശിൽ നിന്നാണ്. മധ്യപ്രദേശിലെ നർമ്മദ താഴ്വരയിൽ നിന്നാണ് ദിനോസർ ഫോസിലുകൾ കണ്ടെത്തിയിട്ടുള്ളത്. നാഷണൽ ദിനോസർ ഫോസിൽ പാർക്ക് എവിടെയാണ്? മധ്യപ്രദേശിൽ തന്നെയാണ്. അപ്പോൾ നാഷണൽ ദിനോസർ ഫോസിൽ പാർക്ക് എവിടെയാണ്? മധ്യപ്രദേശിലാണ്. വരയാടുകളുടെ സംരക്ഷണത്തിനായി നീലഗിരി താർ പ്രോജക്റ്റ് ആരംഭിച്ച സംസ്ഥാനം തമിഴ്നാടാണ്. ഏതാണ്? തമിഴ്നാട്. നീലഗിരി താർ പ്രോജക്റ്റ്. തമിഴ്നാടിൻ്റെ സംസ്ഥാന മൃഗവും വരയാടാണ്. വായനാശീലം പ്രോത്സാഹിപ്പിക്കുന്നതിന് ഫ്രണ്ട്സ് ഓഫ് ലൈബ്രറി പ്രോഗ്രാം ആരംഭിച്ച സംസ്ഥാനം തമിഴ്നാടാണ്. ഫ്രണ്ട്സ് ഓഫ് ലൈബ്രറി തമിഴ്നാട്. നിലവിലെ തമിഴ്നാട് മുഖ്യമന്ത്രി MK സ്റ്റാലിനാണ്. 2023 ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസിന് വേദിയായ സംസ്ഥാനം മധ്യപ്രദേശാണ്. ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസ് 2023 വേദി മധ്യപ്രദേശ്. ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസിൽ ഏറ്റവും കൂടുതൽ മെഡലുകളോടെ കിരീട വിജയം നേടിയത് മഹാരാഷ്ട്രയാണ്. കേരളത്തിന് 46 മെഡലുകളാണ് ഉണ്ടായിരുന്നത്. 6ാം സ്ഥാനത്തെത്തി. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ യുദ്ധഭൂമിയായ സിയാച്ചിനിൽ സൈനിക ഓഫീസറായി നിയമിക്കപ്പെട്ട ആദ്യ വനിത ആര്? ക്യാപ്റ്റൻ ശിവ ചൗഹാനാണ്. എവിടെ? സിയാച്ചിനിൽ സൈനിക ഓഫീസറായി നിയമിക്കപ്പെട്ട ആദ്യ വനിത. 1984 സിയാച്ചിൻ പിടിച്ചെടുക്കുന്നതിന് ഇന്ത്യൻ കരസേന സൈന്യം നടത്തിയ നീക്കമാണ് ഓപ്പറേഷൻ മേഘദൂത്.
അപ്പോൾ ഇന്ത്യൻ കരസൈന്യം നടത്തിയ നീക്കം ഏതാണ്? ഓപ്പറേഷൻ മേഘദൂത് 1984 സിയാച്ചിൻ പിടിച്ചെടുക്കുന്നതിന്. കാട്ടുപനിനീർ പുഷ്പങ്ങളുടെ നാടെന്നാണ് സിയാച്ചിൻ എന്ന വാക്കിൻ്റെ അർത്ഥം. കാട്ടുപനിനീർ പുഷ്പങ്ങളുടെ നാട്. സിയാച്ചിനിൽ നിന്നാണ് നൂബ്ര നദി ഉത്ഭവിക്കുന്നത്. ലോക ഹിന്ദി ദിനം ജനുവരി 10 ദേശീയ ഹിന്ദി ദിനം സെപ്റ്റംബർ 14. ലോക ഹിന്ദി ദിനം ജനുവരി 10. ദേശീയ ഹിന്ദി ദിനം സെപ്റ്റംബർ 14. സെപ്റ്റംബർ 14 ഭരണഘടനാ നിർമ്മാണ സമിതി ഹിന്ദി ഭാഷയെ ഔദ്യോഗിക ഭാഷയായിട്ട് അംഗീകരിക്കുന്നത്. 1949 സെപ്റ്റംബർ 14. ദേശീയ യുവജന ദിനം ജനുവരി 12. സ്വാമി വിവേകാനന്ദൻ്റെ ജന്മദിനമാണ് ദേശീയ യുവജന ദിനമായിട്ട് ആചരിക്കുന്നത്. 2023 26ാമത് ദേശീയ യുവജനോത്സവം പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്തത് എവിടെയാണ്? ഹുബ്ബള്ളിയിലാണ്. കർണാടകയിലെ ഹുബ്ബള്ളിയിലാണ് നാഷണൽ യൂത്ത് ഫെസ്റ്റിവൽ 2023 നാഷണൽ യൂത്ത് ഫെസ്റ്റിവൽ പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്തത്. ദേശീയ യുവജന ദിനത്തോടനുബന്ധിച്ചാണ് ദേശീയ യുവജനോത്സവം എല്ലാ വർഷവും സംഘടിപ്പിച്ചു വരുന്നത്. ദേശീയ യുവജന ദിനം എന്നാണ് ജനുവരി 12. ലോകത്തിലെ ഏറ്റവും നീളമുള്ള റെയിൽവേ പ്ലാറ്റ്ഫോം കർണാടകയിലെ ഹുബ്ബള്ളി റെയിൽവേ സ്റ്റേഷനിലാണ് ഉള്ളത്. ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ കർണാടകയിലെ ഹുബ്ബള്ളി റെയിൽവേ സ്റ്റേഷൻ പാലമാണ്. കേരളത്തിലെ ഏറ്റവും നീളമുള്ള റെയിൽവേ പ്ലാറ്റ്ഫോം ഏതാണ്? കൊല്ലം റെയിൽവേ സ്റ്റേഷനിലാണ്. അപ്പോൾ ഇന്ത്യയിൽ ഏറ്റവും വലിയ കടൽപ്പാലം ട്രാൻസ് ഹാർബർ ലിങ്ക് മുംബൈ. ഇന്ത്യയിലെ ഏറ്റവും വലിയ കടൽപ്പാലം ട്രാൻസ് ഹാർബർ ലിങ്ക് മുംബൈ. ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ റെയിൽവേ പ്ലാറ്റ്ഫോം ഏതാണ്? കർണാടകയിലെ ഹുബ്ബള്ളി റെയിൽവേ സ്റ്റേഷനിലാണ്. കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ റെയിൽവേ സ്റ്റേഷൻ ഏതാണ്? റെയിൽവേ പ്ലാറ്റ്ഫോം ഏതാണ്? കൊല്ലം റെയിൽവേ സ്റ്റേഷനിലാണ്. ഓക്കെ, അപ്പോൾ ഇന്ത്യയിലെ ഏറ്റവും വലിയ കടൽപ്പാലവും ട്രാൻസ് ഹാർബർ ലിങ്ക് മുംബൈയിലാണ്. ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ നദിക്ക് കുറുകെയുള്ള പാലമാണ് ഭൂപൻ ഹസാരിക പാലം. ഭൂപൻ ഹസാരിക പാലം എവിടെയാണ്? ആസാമിലെ സാദിയയെയും ധോളയെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന സാദിയ ധോള പാലം അഥവാ ഭൂപൻ ഹസാരിക പാലം ബ്രഹ്മപുത്രയുടെ പോഷക നദിയായ ലോഹിത് നദിയിലാണ്. അപ്പോൾ ലോഹിത് നദിയിലാണ് ഇത് ഭൂപൻ ഹസാരിക പാലം. ബ്രഹ്മപുത്രയുടെ പാട്ടുകാരൻ എന്നറിയപ്പെടുന്നത് ഗായകനും സാമൂഹിക പ്രവർത്തനവുമായ ഭൂപൻ ഹസാരികയാണ്. ബ്രഹ്മപുത്രയുടെ പാട്ടുകാരൻ ഭൂപൻ ഹസാരിക. മുങ്ങുന്ന ഹിമാലയൻ നഗരം എന്നറിയപ്പെടുന്നത് ജോഷിമഠാണ്. ജോഷിമഠ്. അടുത്ത കാലത്ത് ഭൂമി ഇടിഞ്ഞു താഴ്ന്ന ദുരന്തം അനുഭവപ്പെട്ട ഹിമാലയൻ നഗരമാണ് ഉത്തരാഖണ്ഡിലെ ചമോലി ജില്ലയിലെ ജോഷിമഠ്. അപ്പോൾ ഉത്തരാഖണ്ഡിലെ ചമോലി ജില്ലയിലെ ജോഷിമഠ് മുങ്ങുന്ന ഹിമാലയൻ നഗരം എന്ന് അറിയപ്പെടുന്നു. പ്രകൃതി ദുരന്തങ്ങളോ മാനുഷിക പ്രസിദ്ധിയോ ബാധിച്ച വികസ്വര രാജ്യങ്ങൾക്ക് വൈദ്യസഹായം നൽകുന്ന ഇന്ത്യൻ പദ്ധതിയാണ് ആരോഗ്യമൈത്രി. വികസ്വര രാജ്യങ്ങൾക്കാണ് വൈദ്യസഹായം നൽകുന്ന പദ്ധതി. ഇന്ത്യൻ പദ്ധതിയാണ് ആരോഗ്യമൈത്രി. എങ്ങനെയുള്ള രാജ്യങ്ങൾക്ക്? പ്രകൃതി ദുരന്തങ്ങളോ മാനുഷിക പ്രതിസന്ധിയോ ബാധിച്ച വികസ്വര രാജ്യങ്ങൾക്ക്. 2023 ജനുവരിയിൽ പണ്ഡിറ്റ് ഹരിപ്രസാദ് ചൗരസ്യ ലൈഫ് ടൈം അച്ചീവ്മെൻറ്റ് ബഹുമതി നേടിയ കലാകാരിയാണ് ഡോക്ടർ പ്രഭ ആത്രേ. ആരാണ്? ഡോക്ടർ പ്രഭ ആത്രയാണ് 2023 ജനുവരിയിൽ പണ്ഡിറ്റ് ഹരിപ്രസാദ് ചൗരസ്യ ലൈഫ് ടൈം അച്ചീവ്മെൻറ്റ് ബഹുമതി. ഇന്ത്യയിലെ അറിയപ്പെടുന്ന പുല്ലാങ്കുഴൽ വിദഗ്ധനാണ് ഹരിപ്രസാദ് ചൗരസ്യ. ഓക്കെ, ഡോക്ടർ പ്രഭ ആത്രേ ഏത് മേഖലയിലാണ് പ്രശസ്ത? ഹിന്ദുസ്ഥാനി സംഗീതത്തിലാണ്. ഹിന്ദുസ്ഥാനി സംഗീതത്തിലാണ് ഡോക്ടർ പ്രഭ ആത്രേ പ്രശസ്തയായിരിക്കുന്നത്. ഹിന്ദുസ്ഥാനി സംഗീതത്തിലെ കിരാന ഘരാന ശാഖയിലെ പ്രസിദ്ധ സംഗീതജ്ഞയാണ് മഹാരാഷ്ട്രയിൽ ജനിച്ച ഡോക്ടർ പ്രഭ ആത്രേ. കിരാന ഘരാന. 2022 പത്മവിഭൂഷൺ നൽകി രാഷ്ട്രം ഈ കലാകാരിയെ ആദരിച്ചിരുന്നു. 2022 പത്മവിഭൂഷൺ നൽകിയിട്ട് ഈ കലാകാരിയെ ആദരിച്ചിരുന്നു. അപ്പോൾ പ്രഭ ആത്രേ ഏത് മേഖലയിലാണ്? ഹിന്ദുസ്ഥാനി സംഗീതം. 2022 ഡിസംബറിൽ ഐക്യരാഷ്ട്ര സംഘടനയുടെ ആസ്ഥാനത്ത് ഏത് ഇന്ത്യൻ ദേശീയ നേതാവിൻ്റെ അർത്ഥകായ പ്രതിമയാണ് സ്ഥാപിതമായത്? മഹാത്മാഗാന്ധിയുടെ പ്രതിമയാണ് 2022 ഡിസംബറിൽ ഐക്യരാഷ്ട്ര സംഘടനയുടെ ആസ്ഥാനത്ത്. ദ ഫ്രീഡം ഓഫ് ദ സിറ്റി ഓഫ് ലണ്ടൻ. ദ ഫ്രീഡം ഓഫ് ദ സിറ്റി ഓഫ് ലണ്ടൻ പുരസ്കാരത്തിന് അർഹനായ ഇന്ത്യൻ വംശജനായ ബ്രിട്ടീഷ് വ്യവസായി മനീഷ് തിവാരി. ആരാണ്? മനീഷ് തിവാരി. ലണ്ടൻ കോർപ്പറേഷനാണ് 800 വർഷം പഴക്കമുള്ള ഈ പുരസ്കാരം നൽകുന്നത്. ജവഹർലാൽ നെഹ്റു, നെൽസൺ മണ്ടേല, ബിൽ ഗേറ്റ്സ് എന്നിവർക്ക് ഈ പുരസ്കാരം മുൻപ് ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ മനീഷ് തിവാരിക്കാണ് ദ ഫ്രീഡം ഓഫ് ദ സിറ്റി ഓഫ് ലണ്ടൻ എന്ന പുരസ്കാരം നേടിയത്. നീതിന്യായ രംഗത്തെ സമഗ്ര സംഭാവനയ്ക്കുള്ള US-ലെ ഹാർവാർഡ് ലോ സ്കൂൾ സെൻറ്ററിൽ അവാർഡ് ഫോർ ഗ്ലോബൽ ലീഡർഷിപ്പ് പുരസ്കാരം. അവാർഡ് ഫോർ ഗ്ലോബൽ ലീഡർഷിപ്പ് പുരസ്കാരം നേടിയ ഇന്ത്യൻ ജഡ്ജി ആര്? ജസ്റ്റിസ് DY ചന്ദ്രചൂഡാണ്. ജസ്റ്റിസ് DY ചന്ദ്രചൂഡാണ് നിലവിലെ ഇന്ത്യയുടെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസാണ്. ജസ്റ്റിസ് DY ചന്ദ്രചൂഡ് 50ാമത് ചീഫ് ജസ്റ്റിസാണ് ജസ്റ്റിസ് DY ചന്ദ്രചൂഡ്. നീതിന്യായ രംഗത്തെ സമഗ്ര സംഭാവനയ്ക്ക് US-ലെ ഹാർവാർഡ് ലോ സ്കൂൾ സെൻറ്ററിൽ അവാർഡ് ഫോർ ഗ്ലോബൽ ലീഡർഷിപ്പ് ഇന്ത്യൻ ജഡ്ജി ജസ്റ്റിസ് DY ചന്ദ്രചൂഡ്.
2021 വിക്ഷേപിച്ച നാസയുടെ ബഹിരാകാശ ടെലസ്കോപ്പായ ജെയിംസ് വെബ് കണ്ടെത്തിയ പുതിയ എക്സോ പ്ലാനറ്റാണ് LHS 475. LHS 475 2021 വിക്ഷേപിച്ച നാസയുടെ ബഹിരാകാശ ടെലസ്കോപ്പായ ജെയിംസ് വെബ് പുതിയ എക്സോ പ്ലാനറ്റാണ് LHS 475. ലോകത്തിലെ ഏറ്റവും ശക്തിയേറിയ ബഹിരാകാശ ടെലസ്കോപ്പാണ് ജെയിംസ് വെബ്. ദേശീയ വിനോദസഞ്ചാര ദിനമായി ആചരിക്കപ്പെടുന്ന ദിവസമാണ് ജനുവരി 25. ലോക വിനോദസഞ്ചാര ദിവസം സെപ്റ്റംബർ 27. ദേശീയ വിനോദസഞ്ചാര ദിവസം ജനുവരി 25. ലോക വിനോദസഞ്ചാര ദിവസം സെപ്റ്റംബർ 27. ഇന്ത്യയിലെ ആദ്യ ആഗോള ടൂറിസം ഇൻവെസ്റ്റേഴ്സ് ഉച്ചകോടിക്ക് വേദിയായ നഗരമാണ് ന്യൂഡൽഹി. അപ്പോൾ ഇന്ത്യയിലെ ആദ്യ ആഗോള ടൂറിസം ഇൻവെസ്റ്റേഴ്സ് ഉച്ചകോടി വേദി ന്യൂഡൽഹിയാണ്. കേന്ദ്ര മലിനീകരണ നിയന്ത്രണ ബോർഡിൻ്റെ 2022 കണക്ക് പ്രകാരം ഇന്ത്യയിലെ ഏറ്റവും ഉയർന്ന തോതിൽ വായു മലിനീകരണം നേരിടുന്ന നഗരം ഡൽഹിയാണ്. 2023 ജനുവരിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഫ്ലാഗ് ഓഫ് ചെയ്ത ലോകത്തിലെ ഏറ്റവും ദൈർഘ്യമേറിയ നദീജല ആഡംബര ക്രൂസ് ഏതാണ്? MV ഗംഗാവിലാസ് ആണ് ഏറ്റവും ദൈർഘ്യമേറിയ നദീജല ആഡംബര ക്രൂസ്. ആരാണ് ഫ്ലാഗ് ഓഫ് ചെയ്തത്? പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ്. ഉത്തർപ്രദേശിലെ വാരണാസി മുതൽ ആസാമിലെ ദീബ്രുഗഡ് വരെ ഇന്ത്യയിലും ബംഗ്ലാദേശിലുമായി 27 നദീതടങ്ങളിലൂടെ 3200 കിലോമീറ്ററാണ് MV ഗംഗാവിലാസ് സഞ്ചരിക്കുന്നത്. MV ഗംഗാവിലാസ് ആരാണ് ഫ്ലാഗ് ഓഫ് ചെയ്തത്? നരേന്ദ്രമോദിയാണ്. നദീജല ആഡംബര ക്രൂസ് ഏറ്റവും ദൈർഘ്യമേറിയത് ആസാമിലെ ദീബ്രുഗഡ് വരെ, ഉത്തർപ്രദേശിലെ വാരണാസി ടു ആസാമിലെ ദീബ്രുഗഡ് വരെയാണ്. ഇന്ത്യയിലും ബംഗ്ലാദേശിലുമായി 27 നദീതടങ്ങളിലൂടെ 3200 കിലോമീറ്ററാണ്. ഡോക്ടർ ശ്യാമപ്രസാദ് മുഖർജി നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് വാട്ടർ ആൻഡ് സാനിറ്റേഷൻ എന്ന സ്ഥാപനം നിലവിൽ വന്നത് എവിടെയാണ്? കൊൽക്കത്തയിലാണ്. പശ്ചിമ ബംഗാളിലെ കൊൽക്കത്തയിലാണ്. അപ്പോൾ ഡോക്ടർ ശ്യാമപ്രസാദ് മുഖർജി നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് വാട്ടർ ആൻഡ് സാനിറ്റേഷൻ. സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യ വ്യവസായ മന്ത്രിയായിരുന്നു ഡോക്ടർ ശ്യാമപ്രസാദ് മുഖർജി. 382 മെഗാവാട്ട് ഉൽപ്പാദനശേഷിയുള്ള സുന്നി ജലവൈദ്യുത പദ്ധതിക്കായുള്ള പ്രവർത്തനങ്ങൾ നടക്കുന്നത് ഏത് സംസ്ഥാനത്താണ്? ഹിമാചൽ പ്രദേശ്. സുന്നി ജലവൈദ്യുത പദ്ധതി ഏത് നദിയിലാണ്? സത്ലജിലാണ്. സിന്ധുവിൻ്റെ പോഷക നദിയാണ് സത്ലജ്. ഇടുക്കി ജലവൈദ്യുത പദ്ധതിയുടെ സ്ഥാപിത ശേഷി എത്രയാണ്? 780 മെഗാവാട്ടാണ്. ഇത് 382 മെഗാവാട്ടാണ്. ഇന്ത്യയിലെ ആദ്യത്തെ ഇൻട്രാനേസൽ കോവിഡ് വാക്സിൻ ഇൻകോവാക് ആണ് ഇന്ത്യയിലെ ആദ്യത്തെ ഇൻട്രാനേസൽ കോവിഡ് വാക്സിൻ. ഇന്ത്യയിലെ ആദ്യത്തെ ഇൻട്രാനേസൽ കോവിഡ് വാക്സിനായി ഇൻകോവാക് വികസിപ്പിച്ചത് ഭാരത് ബയോടെക് ആണ്. ഇന്ത്യൻ മൾട്ടിനാഷണൽ ബയോടെക്നോളജി കമ്പനിയാണ് ഭാരത് ബയോടെക്. ഭാരത് ബയോടെക്കിൻ്റെ ആസ്ഥാനം ഹൈദരാബാദിലാണ്. ഇന്ത്യയിലെ ആദ്യ ഗോൾഡ് ATM സ്ഥാപിക്കപ്പെട്ടത് ഹൈദരാബാദിലാണ്. ഇന്ത്യയിലെ ആദ്യ ഗോൾഡ് ATM എവിടെയാണ്? ഹൈദരാബാദിലാണ്. തെലങ്കാനയുടെ തലസ്ഥാനമായ ഹൈദരാബാദ് മുത്തുകളുടെ നഗരം അല്ലെങ്കിൽ പേൾ സിറ്റി എന്നൊക്കെ അറിയപ്പെടുന്നുണ്ട്. ഹൈദരാബാദ് 100% മലിനജല നിർമ്മാർജ്ജന സൗകര്യമുള്ള ഇന്ത്യയിലെ ആദ്യ നഗരം ഹൈദരാബാദാണ്. 100% മലിനജല നിർമ്മാർജ്ജന സൗകര്യമുള്ള ഇന്ത്യയിലെ ആദ്യ നഗരം ഏതാണ്? ഹൈദരാബാദാണ്. രാഷ്ട്രപതി ഭവനിലെ മുഗൾ ഗാർഡൻ്റെ പുതിയ പേരാണ് അമൃതോദ്യാനം. മുഗൾ ഗാർഡൻ പുതിയ പേര് അമൃതോദ്യാനമാണ്. രാഷ്ട്രപതി ഭവൻ, പാർലമെൻറ്റ് മന്ദിരം എന്നിവയുടെ ശില്പി ആരാണ്? എഡ്വിൻ ലൂട്ടിൻസ്. രാഷ്ട്രപതി ഭവൻ്റെയും പാർലമെൻറ്റ് മന്ദിരത്തിൻ്റെയൊക്കെ ശില്പി ആരാണ്? എഡ്വിൻ ലൂട്ടിൻസ് ആണ്. ഡൽഹിയിലെ ആരവല്ലി പർവ്വതനിരയുടെ ഭാഗമായ റൈസാന കുന്നുകളിലാണ് രാഷ്ട്രപതി ഭവൻ സ്ഥിതി ചെയ്യുന്നത്. എവിടെയാണ്? ആരവല്ലി പർവ്വതനിരയിൽ റൈസാന കുന്നുകളിൽ. ഡൽഹി മുതൽ ഗുജറാത്ത് വരെയാണ് ആരവല്ലി പർവ്വതനിര നീണ്ടുകിടക്കുന്നത്. അന്താരാഷ്ട്ര വിദ്യാഭ്യാസ ദിനമായി ആചരിക്കുന്നത് ജനുവരി 24 അന്താരാഷ്ട്ര വിദ്യാഭ്യാസ ദിനം. സ്വതന്ത്ര ഭാരതത്തിൽ ആദ്യ വിദ്യാഭ്യാസ മന്ത്രിയുടെ ജന്മദിനമായ നവംബർ 11 ദേശീയ വിദ്യാഭ്യാസ ദിനമായിട്ട് ആചരിക്കുന്നത്. അപ്പോൾ അന്താരാഷ്ട്ര വിദ്യാഭ്യാസ ദിനം എന്നാണ് ജനുവരി 24. പെൺകുട്ടികളുടെ ദേശീയ ദിനമായി ആചരിക്കുന്നതും ജനുവരി 24. നാഷണൽ ഗേൾ ചൈൽഡ് ഡേ ജനുവരി 24. 2023 ജനുവരിയിൽ ജാതി സെൻസസ് ആരംഭിച്ച ഇന്ത്യൻ സംസ്ഥാനം ഏത്? ബീഹാർ. 2023 ജനുവരിയിൽ ജാതി സെൻസസ് ആരംഭിച്ച ഇന്ത്യൻ സംസ്ഥാനം ബീഹാറാണ്. ഇന്ത്യയിൽ ആദ്യമായിട്ട് ജാതി സെൻസസ് നടത്തുന്ന സംസ്ഥാനവും ബീഹാർ തന്നെയാണ്. അപ്പോൾ ജാതി സെൻസസ് ബീഹാർ. ഇന്ത്യയിലെ സ്പേസ് ടെക് സ്റ്റാർട്ടപ്പുകളുടെ ഉന്നമന പ്രവർത്തനങ്ങൾക്കായി ISROയുമായി ധാരണാപത്രത്തിൽ ഒപ്പിട്ട ബഹിരാഷ്ട്ര കമ്പനി മൈക്രോസോഫ്റ്റ് ആണ്. ഇന്ത്യയിലെ സ്പേസ് ടെക് സ്റ്റാർട്ടപ്പുകളുടെ ഉന്നമന പ്രവർത്തനങ്ങൾക്കായി ISROയുമായി ധാരണാപത്രത്തിൽ ഒപ്പിട്ട ബഹിരാഷ്ട്ര കമ്പനി ഏതാണ്? മൈക്രോസോഫ്റ്റ് ആണ്.
കൗസ്തവ് ചാറ്റർജി ഏത് മേഖലയിൽ പ്രസിദ്ധനാണ്? ചെസ്സാണ് അദ്ദേഹത്തിൻ്റെ മത്സര ഇനം. ഇന്ത്യയുടെ 78ാമത് ചെസ് ഗ്രാൻഡ് മാസ്റ്ററാണ് ബംഗാളിൽ നിന്നുള്ള കൗസ്തവ് ചാറ്റർജി. ഇന്ത്യയുടെ ആദ്യ ചെസ് ഗ്രാൻഡ് മാസ്റ്റർ വിശ്വനാഥൻ ആനന്ദും ആദ്യ വനിതാ ചെസ് ഗ്രാൻഡ് മാസ്റ്റർ ആരാണ്? കോനേരു ഹംപിയും മാസ്റ്റർ വിശ്വനാഥൻ ആനന്ദുമാണ്. ഇന്ത്യയുടെ ഏറ്റവും പ്രായം കുറഞ്ഞ ചെസ് ഗ്രാൻഡ് മാസ്റ്റർ തമിഴ്നാട്ടിൽ നിന്നുള്ള ദൊമ്മാരാജു ഗുഗേഷ് ആണ്. ദൊമ്മാരാജു ഗുഗേഷ് ഏറ്റവും പ്രായം കുറഞ്ഞ ചെസ് ഗ്രാൻഡ് മാസ്റ്റർ ദൊമ്മാരാജു ഗുഗേഷ്. ലോകത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ ചെസ് ഗ്രാൻഡ് മാസ്റ്റർ ഇന്ത്യൻ വംശജനായ അമേരിക്കൻ ചെസ് താരം അഭിമന്യു മിശ്രയാണ്. ലോകത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞത് അഭിമന്യു മിശ്ര. കേരളത്തിൽ നിന്നുള്ള ചെസ് ഗ്രാൻഡ് മാസ്റ്ററാണ് നിഹാൽ സരിൻ. പ്രഥമ അണ്ടർ-19 വനിതാ T20 ലോകകപ്പ് ക്രിക്കറ്റ് വേദി എവിടെയാണ്? ദക്ഷിണാഫ്രിക്കയാണ്. പ്രഥമ അണ്ടർ-19 വനിതാ T20 ദക്ഷിണാഫ്രിക്ക. പ്രഥമ അണ്ടർ-19 വനിതാ T20 ലോകകപ്പ് ക്രിക്കറ്റ് കിരീടം നേടിയത് ഇന്ത്യയാണ്. ഏകദിന ക്രിക്കറ്റിൽ ഇരട്ട സെഞ്ചുറി നേടുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ താരം ശുഭ്മാൻ ഗിൽ. അന്താരാഷ്ട്ര സ്വകാര്യതാ ദിനം ഡേറ്റ പ്രൈവസി ഡേ ജനുവരി 28 മഹാത്മാഗാന്ധിയുടെ രക്തസാക്ഷിത്വത്തിൻ്റെ ജനുവരി 30 എത്രാം വാർഷികമാണ് 2023 ആചരിച്ചത്? 75ാം വാർഷികമാണ്. ഇന്ത്യയിൽ ആദ്യത്തെ നാഷണൽ ജിനോം എഡിറ്റിംഗ് ആൻഡ് ട്രെയിനിങ് സെൻറ്റർ സ്ഥാപിതമായത് മൊഹാലിയിലാണ്, പഞ്ചാബിൽ. ആദ്യത്തെ നാഷണൽ ജിനോം എഡിറ്റിംഗ് ആൻഡ് ട്രെയിനിങ് സെൻറ്റർ മൊഹാലി, പഞ്ചാബ്. ഗോൾഡൻ ഗ്ലോബ് പുരസ്കാരം നേടുന്ന ആദ്യ ഏഷ്യൻ സിനിമ RRR ആണ്. 2023 RRR എന്ന ചിത്രത്തിലെ നാട്ടു എന്ന ഗാനത്തിന് ഒറിജിനൽ സോങ് വിഭാഗത്തിലാണ് 80ാമത് ഗോൾഡൻ ഗ്ലോബ് പുരസ്കാരം ലഭിക്കുന്നത്. നാട്ടു ഇതിൻ്റെ സംഗീതം ആരാണ്? M കീരവാണിയാണ്. നാട്ടു എന്ന ഗാനത്തിൻ്റെ രചയിതാവ് ചന്ദ്രബോസ്, സംഗീതം M കീരവാണി. RRR എന്ന സിനിമയുടെ സംവിധാനം നിർവഹിച്ചിരിക്കുന്നത് SS രാജമൗലിയാണ്. ഇപ്പോൾ രാജമൗലിയാണ് സംവിധാനം. സംഗീത സംവിധാനം ആരാണ്? M കീരവാണി. ഗോൾഡൻ ഗ്ലോബ് പുരസ്കാരം നേടിയ ആദ്യ ഇന്ത്യക്കാരൻ ആരാണ്? AR റഹ്മാനാണ്. സ്ലം ഡോഗ് മില്യനെയർ എന്ന ചിത്രത്തിലൂടെയാണ് AR റഹ്മാന് ഗോൾഡൻ ഗ്ലോബ് പുരസ്കാരം ലഭിച്ചത്. സ്ലം ഡോഗ് മില്യനെയർ ബ്രിട്ടീഷ് ചലച്ചിത്രമായിരുന്നു. AR റഹ്മാന് ശേഷം ഗോൾഡൻ ഗ്ലോബ് പുരസ്കാരം നേടിയത് M കീരവാണിയാണ്. ചലച്ചിത്ര മേഖലയിൽ ഓസ്കാർ പുരസ്കാരം കഴിഞ്ഞാൽ ഏറ്റവും വലിയ പുരസ്കാരമാണ് ഗോൾഡൻ ഗ്ലോബ് പുരസ്കാരം. ലോസ് ഏഞ്ചൽസ് ആസ്ഥാനമാക്കി നൽകി വരുന്ന ക്രിട്ടിക്സ് ചോയ്സ് അവാർഡ് 2023 അത് നേടിയ ഇന്ത്യൻ ചിത്രവും RRR തന്നെയാണ്. ഏറ്റവും മികച്ച ഗാനത്തിനുള്ള ക്രിട്ടിക്സ് ചോയ്സ് അവാർഡ് RRRലെ നാട്ടു എന്ന ഗാനത്തിന് ലഭിച്ചു. ഏറ്റവും മികച്ച വിദേശ ഭാഷാ ചിത്രം അതും ക്രിട്ടിക്സ് ചോയ്സ് 2023 RRRന് തന്നെയാണ്. അനധികൃത സ്വർണ്ണ ഖനനത്തെ തുടർന്നുള്ള കാരണങ്ങളാൽ ശിശു മരണസംഖ്യ കൂടിയ പശ്ചാത്തലത്തിൽ 2023 ജനുവരിയിൽ ആരോഗ്യ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കപ്പെട്ടത് ഏത് രാജ്യത്താണ്? ബ്രസീലിലാണ്. 2023 ജനുവരിയിൽ ആരോഗ്യ അടിയന്തരാവസ്ഥ ബ്രസീലിലാണ്. ലോകത്തിലെ ഏറ്റവും ഉയരമുള്ള എക്യുമെനിക്കൽ നെക്രോപോളിസ് ശ്മശാനം ഏത് രാജ്യത്താണ്? ബ്രസീൽ തന്നെയാണ്. എക്യുമെനിക്കൽ നെക്രോപോളിസ് ശ്മശാനം ബ്രസീലിലാണ്. 2022 ഡിസംബർ 29 മരണപ്പെട്ട ഫുട്ബോൾ ഇതിഹാസം പെലെയെ അടക്കം ചെയ്തിരിക്കുന്നത് ഈ ശ്മശാനത്തിലാണ്. എഡിസൺ അരാൻഡസ് ഡോ നാസിമെൻറ്റോ എന്നതാണ് പെലെയുടെ ശരിക്കുമുള്ള നാമം. എന്താണ്? എഡിസൺ അരാൻഡസ് ഡോ നാസിമെൻറ്റോ പെലെയുടെ യഥാർത്ഥ പേര്. ലോകത്തിലെ ഏറ്റവും പ്രായം കൂടിയ വ്യക്തി 2023 ജനുവരിയിൽ മരിച്ചു. ആരാണത്? ലൂസിലി റാൻഡൻ ആണ്. ആരാണ്? ലൂസിലി റാൻഡൻ ആണ്. ഫ്രഞ്ച് കന്യാസ്ത്രീ ലൂസിലി റാൻഡൻ സിസ്റ്റർ ആന്ദ്രെ എന്ന പേരിലും അറിയപ്പെടുന്നുണ്ട്. അപ്പോൾ സിസ്റ്റർ ആന്ദ്രെ എന്ന പേരിലും ലൂസിലി റാൻഡൻ അറിയപ്പെടുന്നുണ്ട്. ലോകത്തിലെ ഏറ്റവും ഉയരം കുറഞ്ഞ മനുഷ്യൻ എന്ന ഗിന്നസ് റെക്കോർഡ് ആരുടെ പേരിലാണ്? അഫ്ഷിൻ ഇസ്മയിൽ ഗദസാദയുടെ പേരിലാണ്. അഫ്ഷിൻ ഇസ്മയിൽ ഗദസാദ ഏറ്റവും ഉയരം കുറഞ്ഞ മനുഷ്യൻ. ക്രിസ് ഹിപ്കിൻസ് എന്ന ഏത് രാജ്യത്തെ പുതിയ പ്രധാനമന്ത്രിയാണ്? ക്രിസ് ഹിപ്കിൻസ് ന്യൂസിലൻഡിലെ പുതിയ പ്രധാനമന്ത്രിയാണ് ക്രിസ് ഹിപ്കിൻസ്. ക്രിസ് ഹിപ്കിൻസ്. ഇന്ത്യൻ വംശജനായ ലിയോ എറിക് വരാഡ്കർ ഏത് രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയാണ്? അയർലൻഡിൻ്റെയാണ്. അപ്പോൾ അയർലൻഡിൻ്റെ പ്രധാനമന്ത്രി ആരാണ്? ലിയോ എറിക് വരാഡ്കർ. ഇന്ത്യൻ വംശജനാണ് ലിയോ എറിക് വരാഡ്കർ. ഇസ്രായേൽ പ്രധാനമന്ത്രിയായിട്ട് 6ാം തവണയും അധികാരമേറ്റത് ആരാണ്? ബെഞ്ചമിൻ നെതന്യാഹു ആണ്. ലിക്വിഡ് പാർട്ടി നേതാവാണ് ബെഞ്ചമിൻ നെതന്യാഹു. ബെഞ്ചമിൻ നെതന്യാഹു ആണ് ഇസ്രായേലിലെ പ്രധാനമന്ത്രി. ലിക്വിഡ് പാർട്ടി നേതാവാണ്. നികുതിരഹിത വിപണിയും 10 ലക്ഷം തൊഴിലും ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള സാമ്പത്തിക സഹകരണ കരാറിൽ ഇന്ത്യ ഒപ്പുവെച്ചത് ഏത് രാജ്യവുമായാണ്? ഓസ്ട്രേലിയയുമായാണ്. ആന്റണി അൽബനീസ് ആണ് നിലവിലെ ഓസ്ട്രേലിയൻ പ്രധാനമന്ത്രി. അപ്പോൾ ആന്റണി അൽബനീസ.
അപ്പോൾ എന്താണ് നികുതി രഹിത വിപണിയും 10 ലക്ഷം തൊഴിലും ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള സാമ്പത്തിക സഹകരണ കരാർ ഇന്ത്യ ഓസ്ട്രേലിയ. 2023 53ാമത് ലോക സാമ്പത്തിക ഫോറം വാർഷിക സമ്മേളനം നടന്നത് ദാവോസിലാണ്. സ്വിറ്റ്സർലൻഡിലെ ദാവോസിൽ വെച്ചാണ് വേൾഡ് എക്കോണമിക് ഫോറം 53ാമത് വാർഷികം. ഐക്യരാഷ്ട്ര സംഘടനയുടെ ആഗോള ജൈവ വൈവിധ്യ ഉച്ചകോടിക്ക് വേദിയായത് മോൺട്രിയോളാണ്. കാനഡയിലെ മോൺട്രിയോൾ ഐക്യരാഷ്ട്ര സംഘടനയുടെ ആഗോള ജൈവ വൈവിധ്യ ഉച്ചകോടി. 20 കോടി യൂറോ കരാറിലൂടെ പോർച്ചുഗീസ് ഫുട്ബോൾ താരം ക്രിസ്ത്യാനോ റൊണാൾഡോയെ സ്വന്തമാക്കിയ സൗദി അറേബ്യൻ ഫുട്ബോൾ ക്ലബ്ബാണ് അൽ നാസർ ക്രിസ്ത്യാനോ റൊണാൾഡോയെ. ലോക ബ്രെയിലി ദിനം ജനുവരി 4. ലോക ചിരി ദിനം ജനുവരി 10. സുഭാഷ് ചന്ദ്രബോസ് ജയന്തി ജനുവരി 23. ദേശീയ സമ്മതിദായക ദിനം ജനുവരി 25. അന്താരാഷ്ട്ര കസ്റ്റംസ് ദിനം ജനുവരി 26. അന്താരാഷ്ട്ര സീബ്ര ദിനം ജനുവരി 31. അപ്പോൾ ഇത്രയും ഡേയ്സ്, ഇതിന് ഇടയിൽ കുറേ ഡേയ്സ് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ അതിലില്ലാത്ത ഡേയ്സാണിത്. ഈ 2023 ജനുവരിയിലെ മുഴുവൻ കറണ്ട് അഫെയറും ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇതെല്ലാവർക്കും എക്സാം എഴുതുന്ന എല്ലാവർക്കും ഉപകാരപ്പെടുമെന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.